കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. സങ്കീർത്തനങ്ങൾ 61 അതിൻ്റെ 2-ാമത്തെ വാക്യം. എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്തു നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. എനിക്ക് അത്യുന്നതമായ പാറയിങ്കിലേക്ക് എന്നെ നടത്തണമേ. ഈ വാക്യങ്ങൾക്കാട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവിക സംരക്ഷണത്തിനായിട്ട് ദൈവത്തോട് അപേക്ഷിക്കുന്ന ദാവീദിൻ്റെ ഒരു പ്രാർത്ഥനയാണ് ഈ 61-ാമത്തെ സങ്കീർത്തനം. ഇവിടെ നമ്മൾ വായിക്കുന്നത്, എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്തു നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. എന്തുവാ അതിൻ്റെ അർത്ഥം? ദാവീദിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തളർച്ചകൾ അല്ലെങ്കിൽ ക്ഷീണങ്ങൾ, മാനസിക പ്രയാസങ്ങൾ വന്നുപോയ വിവിധ സാഹചര്യങ്ങളെ നമുക്ക് ദാവീദിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും, അല്ലേ? ദാവീദിൻ്റെ സങ്കീർത്തനത്തിലൊക്കെയാണ് ഈ വാക്കുകൾ, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും എന്നുള്ള ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് ദാവീദുമായി ബന്ധപ്പെട്ട സങ്കീർത്തനങ്ങൾക്കകത്ത് നമുക്കിത് കാണുവാൻ തക്കവണ്ണം കഴിയും. പ്രാണവേദനയിലായെന്നും സ്തോത്ര നിരാശകളിലേക്ക് വഴിമാറിയെന്നും പ്രാവിനെ പോലെ ഒരു ചിറകെനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നത് ദാവീദുമായി ബന്ധപ്പെട്ട സങ്കീർത്തനങ്ങളിലാണ്. എന്തും അതിൻ്റെ അർത്ഥം, ഏറ്റവും അധികം മാനസികമായ ക്ലേശങ്ങളിലൂടെ കടന്നുപോയ ഒരു ദൈവമനുഷ്യനായിരുന്നു ദാവീദ്. എന്നാൽ ഇവിടെ പറയുന്നത്, എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്തു നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും, അല്ലേ? എന്താ അതിൻ്റെ അർത്ഥം? നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഹൃദയം ടയേർഡായി പോകുന്ന ഒരു മേഖല വരും, അല്ലേ? നമ്മുടെ ജീവിതം തളർന്നു പോകുന്ന ഒരു സാഹചര്യം വരും. വിഷമഘട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. പലതരത്തിലുള്ള പ്രതിസന്ധികൾ നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടതായിട്ട് വരും. ഇതെല്ലാം നമ്മൾ അനുഭവിക്കുന്ന സമയത്ത് ഒരു കാര്യം നമ്മൾ തിരിച്ചറിയുക, നമുക്ക് പറയുവാൻ, നമുക്ക് ആശ്രയിപ്പാൻ, നമ്മുടെ വിഷമങ്ങൾ ഷെയർ ചെയ്യുവാൻ കഴിയുന്ന ഒരിടമുണ്ട്. അതാണ് ദൈവത്തിൻ്റെ സന്നിധി എന്ന് പറയുന്നത്. നമുക്ക് ഒരുപക്ഷെ ഭാര്യയോടോ ഭർത്താവിനോടോ മക്കളോടോ സഹോദരങ്ങളോടോ ഇല്ലെങ്കിൽ കൂട്ടുവിശ്വാസികളോടോ നമുക്കൊരു പക്ഷെ പറയുവാൻ കഴിയുമായിരിക്കും. പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മൾ അപേക്ഷിക്കുന്നതിനകത്ത് തെറ്റില്ല. എന്നാൽ അത് പറഞ്ഞതുകൊണ്ട് ഒരു ശാശ്വത പരിഹാരം നമ്മുടെ ജീവിതത്തിനകത്ത് വരുമോ? ഇല്ല. നമ്മുടെ വിഷമത്തെ മാറ്റേണ്ട, ഇല്ലെങ്കിൽ നമ്മുടെ സ്തോത്രം മനസ്സിനകത്തുള്ള അസ്വസ്ഥതകളെ മാറ്റുവാൻ തക്കവണ്ണമുള്ള ഒരു ആയുധവും മനുഷ്യന്റെ കയ്യിൽ ദൈവം കൊടുത്തിട്ടില്ല. സ്തോത്ര വാക്കുകൾ കൊണ്ട് ഒരുപക്ഷെ നമ്മളെ ആശ്വസിപ്പിച്ചെന്ന് വരാം. എന്നാൽ ദൈവത്തിന് മാത്രമേ നമ്മുടെ വേദനകൾക്ക് പരിഹാരം നൽകുവാൻ തക്കവണ്ണം കഴിയത്തുള്ളൂ. മരണദുഃഖം പേറിയിരുന്ന മാർത്തയുടെയും മറിയയുടെയും വീട്ടിൽ വന്ന യേശു കർത്താവ് എങ്ങനെ മരണദുഃഖം മാറ്റിയത്? ആ ലാസറിനെ ഉയർപ്പിച്ചുകൊണ്ടായിരുന്നു. നയീനിലെ വിധവയുടെ മകൻ മരണപ്പെട്ടപ്പോൾ ആർക്കും നിയന്ത്രിപ്പാൻ കഴിയാത്ത വിധത്തിലുള്ള വേദനയിലേക്ക് ആ മാതാവ് കടന്നുപോയതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. ആ ദുഃഖത്തെ മാറ്റാൻ ആർക്കാ കഴിഞ്ഞ്? യേശുവിനാ കഴിഞ്ഞത്. അത് എങ്ങനെ മാറ്റിയത്? ആ മരിച്ചവനെ ഉയർപ്പിച്ചുകൊണ്ട് ആ വേദന മാറുവാൻ തക്കവണ്ണം ഇടയായി. നമ്മുടെ പല വേദനകൾക്കും കാരണമായ ചില വിഷയങ്ങളുണ്ടല്ലേ? നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രയാസത്തിനും നമ്മുടെ വേദനകൾക്കും നമ്മുടെ പ്രതിസന്ധികൾക്കും കാരണമായ വിഷയങ്ങളുണ്ട്. ആ വിഷയത്തിൽ ദൈവം ഇടപെടുന്നതോടുകൂടെ സ്തോത്രം നമ്മുടെ വേദന മാറപ്പെടുകയാണ്. അങ്ങനെയെങ്കിൽ ഈ പ്രഭാതത്തിൽ നിങ്ങളുമായിട്ട് ഈ സന്ദേശം പങ്കുവയ്ക്കുമ്പോൾ ആത്മാവിനാൽ ഞാനൊരു ദൂത് വിളിച്ചു പറയാം. നമ്മുടെ ജീവിതത്തിൻ്റെ വേദനകൾക്കോ പ്രയാസങ്ങൾക്കോ കാരണമായ ഏത് വിഷയമാണ്, ആ വിഷയത്തെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ നിശ്ചയമായിട്ട് ആ വിഷയത്തിൽ ദൈവം ഇടപെടുവാൻ തക്കവണ്ണം ഇടവരും. ആ തരത്തിൽ സ്തോത്രം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് ആശ്വാസകനായിട്ട് വെളിപ്പെട്ടു വരും, നിശ്ചയമാണ്. അതുകൊണ്ട് ആ പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും കൂടെ നമുക്ക് മുന്നോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ദൈവത്തിനെ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ആ വിഷമങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഒരു മാറ്റം ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ വരുത്തുന്നതിനായി സ്തോത്രം. ഈ സന്ദേശം കേട്ടുകൊണ്ടായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവരങ്ങൾ തരുന്ന കർത്താവ്, വിവിധ മനക്ലേശങ്ങളോടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരുടെ വിഷയങ്ങൾക്കകത്ത് ആത്മാവിടപെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സ്വർഗം അങ്ങനെ ചെയ്താട്ട് മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.